ക്രിസ്തുവിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് എഡിത്ത് സ്റ്റെയിൻ എന്നറിയപ്പെടുന്ന കുരിശിലെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റയുടെ ജീവിതത്തെയും സാക്ഷ്യത്തെയും കുറിച്ച് ധ്യാനിക്കാൻ സഭ നമ്മെ ക്ഷണിക്കുന്നു. അവർ ഒരു തത്വചിന്തകയും സത്യാന്വേഷിയും യഹൂദമതത്തിൽ നിന്ന് മതം മാറിയവളും കർമ്മലീത്ത കന്യാസ്ത്രീയും രക്തസാക്ഷിയുമായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്ന കടുകുമണി പോലെ അവളുടെ ജീവിതം ലോകത്തിന്റെ ദൃഷ്ടിയിൽ ചെറുതായി തോന്നി. എന്നാൽ കൃപയാൽ നനയ്ക്കപ്പെടുകയും കഷ്ടപ്പാടുകളാൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്ത ആ വിത്ത് ഒരു വൃക്ഷമായി വളർന്നു. അതിന്റെ സാക്ഷ്യം ഇപ്പോൾ സത്യത്തിനും ധൈര്യത്തിനും വിശ്വാസത്തിനും വേണ്ടിയുള്ള അന്വേഷണത്തിൽ പലർക്കും അഭയം നൽകുന്നു. ഇന്നത്തെ ആദ്യ വായന ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: ഇസ്രായേലേ, കേൾക്കൂ. കർത്താവ് നമ്മുടെ ദൈവമാണ്, ഏക കർത്താവ്. ഷേമ എന്നറിയപ്പെടുന്ന ഈ വാക്കുകൾ ജൂതവിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഹൃദയമിടിപ്പായിരുന്നു. കുട്ടിക്കാലത്ത് എഡിത്ത് സ്റ്റെയിൻ ഹൃദ്യമായി അറിഞ്ഞ വാക്കുകൾ. അവൾ ഒരു ഭക്തജൂത കുടുംബത്തിലാണ് ജനിച്ചത്, പക്ഷേ അവളുടെ യൗവനകാലത്ത് അവൾ ഒരു നിരീശ്വരവാദിയായി. എന്നിട്ടും അവിശ്വാസത്തിന്റെ ആ വർഷങ്ങളിൽ പോലും അവളുടെ ഹൃദയം സത്യത്തിനായുള്ള ആഗ്രഹം അവസാനിപ്പിച്ചില്ല. ദൈവം സത്യമാണ്. സത്യം അന്വേഷിക്കുന്നവൻ ദൈവത്തെ അന്വേഷിക്കുന്നു, അവൻ അത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും എന്ന് അവൾ ഒരിക്കൽ പറഞ്ഞു. സത്യത്തോടുള്ള ഈ വികാരാധീനമായ സ്നേഹമാണ് അവളെ ആദ്യം തത്വചിന്തയിലേക്കും പിന്നീട് ആവിലയിലെ വിശുദ്ധ തെരേസയുടെ ആത്മകഥ വായിച്ചതിനുശേഷം കത്തോലിക്കാ സഭയിലേക്കും നയിച്ചത്. എഡിത്തിനെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനം അവളുടെ യഹൂദ സ്വത്വത്തെ നിരാകരിക്കലല്ല, മറിച്ച് അതിന്റെ പൂർത്തീകരണമായിരുന്നു. അവൾ കർമ്മലൈറ്റ് കോൺവെന്റിൽ പ്രവേശിച്ചു. കുരിശിലെ തെരേസ ബെനഡിക്റ്റ്, തെരേസ് അവളുടെ ആത്മീയ അമ്മയെപ്പോലെ, ബെനഡിക്റ്റ് അനുഗ്രഹീത എന്നർത്ഥം. കുരിശിന്റെ കാരണം അവളുടെ പാത കഷ്ടപ്പാടിലേക്ക് നയിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവിന് ശാസിക്കുന്നു. ഒരു കടുക് മണിയുടെ വലിപ്പമുള്ള വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നു, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും, അത് നീങ്ങും. ഇത് അതിശയോക്തിയല്ലെന്ന് വിശുദ്ധ തെരേസ ബെനഡിക്റ്റയുടെ ജീവിതം വെളിപ്പെടുത്തുന്നു. വിശ്വാസം ചെറുതായി ജനിച്ചാലും പൂർണ്ണമായും ദൈവത്തിന്റെ കൈകളിൽ വയ്ക്കുമ്പോൾ ഭയം, പ്രത്യയശാസ്ത്രം, മരണത്തെപ്പോലും മറികടക്കുന്ന ഒരു ശക്തിയായി മാറുന്നു. ഓഷ്വിറ്റ്സിലെ ഇരുട്ടിൽ അവൾ നിരാശയോടെ നിലവിളിച്ചില്ല, മറിച്ച് ക്രിസ്തുവിന്റെ കുരിശിനോടുള്ള ഐക്യത്തിൽ നിശബ്ദമായി തന്റെ ജീവൻ നൽകി. അവളുടെ ജൂതജനതയും വിദ്വേഷത്തിന്റെ എല്ലാ ഇരകളെയും ആശ്ലേഷിച്ചു. ക്യാമ്പിൽ നിന്ന് അതിജീവിച്ചവർ പറഞ്ഞ ഒരു വികാരഭരിതമായ കഥയുണ്ട്. എഡിത്തിനെയും സഹോദരി റോസയെയും ഗ്യാസ് ചേംബറിലേക്ക് കൊണ്ടുപോയപ്പോൾ ഭയന്നുപോയ ഒരു കുട്ടിയുടെ കൈപിടിച്ചിരിക്കുന്നതായി അവൾ കണ്ടു. ഒരുപക്ഷേ അമ്മ നഷ്ടപ്പെട്ട ഒരു ജൂത പെൺകുട്ടി. അവൾ അവളോട് സൗമ്യമായി മന്ത്രിച്ചു, അവളോടൊപ്പം നടന്നു, മരണത്തിലേക്ക് അവളെ കൊണ്ടുപോയി. ഇത് പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ്, മാന്ത്രികതയല്ല, കാഴ്ചയല്ല, മറിച്ച് ഭയാനകതയുടെ മുന്നിൽ യാഥാർത്ഥ്യമാക്കിയ സ്നേഹം. പർവ്വതങ്ങളെ മാത്രമല്ല, മറ്റുള്ളവരുടെ ഹൃദയങ്ങളെയും ചലിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ കടുക്വിത്ത്. ഇന്ന് സങ്കീർത്തനം 18 പ്രഖ്യാപിക്കുന്നു, കർത്താവ് എന്റെ പാറ, എന്റെ കോട്ട, എന്റെ വിമോചകൻ. അതായിരുന്നു എഡിത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറ. അക്കാദമിക് പദവികൾക്കോ തത്വശാസ്ത്രപരമായ അറിവിനോ പദവിക്കോ മതപരമായ ആചരണത്തിനോ പോലും ദൈവത്തിൽ മാത്രം കാണപ്പെടുന്ന സമ്പൂർണ്ണ സുരക്ഷയെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുക. മോശ ആദ്യ വായനയിൽ ജനങ്ങളോട് പറയുന്നു, അവനെ മാത്രം സേവിക്കുക, കഷ്ടപ്പാടുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയല്ല, മറിച്ച് ക്രിസ്തുവിനൊപ്പം അതിലേക്ക് പ്രവേശിക്കുക എന്നതാണ് എഡിത്ത് ഈ കൽപ്പന പൂർണ്ണമായും പാലിച്ചത്. ഇന്ന് നമുക്ക് ഇത് എത്രത്തോളം പ്രസക്തമാണ്? വിശ്വാസം പലപ്പോഴും യുക്തിരഹിതമോ കാലഹരണപ്പെട്ടതോ അപ്രസക്തമോ ആയി കാണപ്പെടുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ന്യായവിധിയെ ഭയന്ന് നമ്മുടെ ബോധ്യങ്ങളെ നിശബ്ദമാക്കാൻ നാം പ്രലോഭിപ്പിക്കപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാരെപ്പോലെ ലോകത്തിലെ പ്രശ്നങ്ങളായ ആസക്തി, അക്രമം, വിദ്വേഷം, വിഭജനം എന്നിവയ്ക്ക് മുന്നിൽ ചിലപ്പോൾ നമുക്ക് ശക്തിയില്ലെന്ന് തോന്നുന്നു. എന്നാൽ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം, അതിന്റെ ഒരു കടുക് മണി പോലും അസാധ്യമായതിന് തുടക്കം കുറിക്കാൻ പര്യാപ്തമാണ്. വിശുദ്ധ പൗലോസ് അല്ലേലൂയ വാക്യത്തിൽ യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കി സുവിശേഷത്തിലൂടെ ജീവനും അമർത്യതയും വെളിച്ചത്തു കൊണ്ടുവന്നു എന്ന് പറയുന്നു. തെരേസ ബെനഡിക്റ്റയുടെ ധൈര്യത്തിന്റെ കാതൽ ഇതായിരുന്നു. മരണത്തിന് അവസാന വാക്ക് ഉണ്ടാകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവളുടെ രക്തസാക്ഷിത്വം ഒരു പരാജയമല്ല, മറിച്ച് സ്നേഹം വെറുപ്പിനേക്കാൾ ശക്തമാണെന്നും ക്രിസ്തു ശവക്കുഴിയെ കീഴടക്കിയെന്നും ഉള്ള ഒരു സാക്ഷ്യമായിരുന്നു. അതിനാൽ നമുക്ക് തളരരുത്. നമ്മുടെ ബലഹീനതയോ നിസ്സാരതയോ പരാജയങ്ങളെയോ ഭയപ്പെടരുത്. പകരം ദൈനംദിന പ്രാർത്ഥനയിലൂടെയും സുവിശേഷത്തോടുള്ള വിശ്വസ്തതയിലൂടെയും ലോകത്തിന്റെ സംശയങ്ങളെ നേരിടാനുള്ള ധൈര്യത്തിലൂടെയും വിശ്വാസത്തിന്റെ ആ കടുക്വിത്ത് നമുക്ക് വിതയ്ക്കാം. കുരിശിലെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ് നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിലേക്കുള്ള യാത്ര ദൈവത്തിലേക്കുള്ള യാത്രയാണെന്നും കഷ്ടപ്പാടുകൾക്ക് മോചനം നൽകാൻ കഴിയുമെന്നും ഇരുണ്ട താഴ്വരയിൽ പോലും ക്രിസ്തു നമ്മോടൊപ്പം നടക്കുന്നുവെന്നും ആണ്.
വിശ്വാസത്തോടെ പറയാൻ അവളുടെ മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ, കർത്താവ് എന്റെ പാറ, എന്റെ കോട്ട, എന്റെ വിമോചകൻ. സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം കുരിശുകൾ വഹിക്കാൻ അവളുടെ പ്രാർത്ഥനകൾ നമുക്ക് ധൈര്യം നൽകട്ടെ. അവളെപ്പോലെ നമുക്കും കർത്താവായ ഏകനും എല്ലാറ്റിനും വിലയുള്ളതുമായ ദൈവത്തിൽ ശക്തി കണ്ടെത്തട്ടെ. ആമേൻ.